മോഹൻലാൽ ഇപ്പോ പരസ്യഖേദ പ്രകടനം നടത്തി. എന്റെ വാക്ക് പഴയ ചാക്കും. വേണ്ട വിധത്തിൽ പൃഥ്വിരാജിനെ പിന്തുണച്ചുകൊണ്ടാണോ ആ പരസ്യഖേദ പ്രകടനം? കട്ടവരെ കിട്ടിയില്ലെങ്കിൽ കണ്ടവരെ തല്ലുന്ന കാലാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഒരുത്തരും പൃഥ്വിരാജിനെ പിന്തുണച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഒരുത്തരും പൃഥ്വിരാജിനെ പിന്തുണച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ എന്തോരം സംഘടനയുണ്ട് സിനിമയില്. ആർട്ടിസ്റ്റുകൾക്ക്, പ്രൊഡ്യൂസർമാർക്ക്, സംവിധായകർക്ക്, തിയേറ്ററുകാർക്ക്, വിതരണക്കാർക്ക്. പാവം പിടിച്ച തിയേറ്ററുകാരും വിതരണക്കാരും പറഞ്ഞു ഞങ്ങളുടെ കാശ് കിട്ടും ഈ പടത്തിൽ നിന്നുള്ള സത്യം പറഞ്ഞു. കേന്ദ്ര ധനമന്ത്രി ബാക്കി ആരും തന്നെ പിന്തുണച്ചിട്ടില്ല. മോഹൻലാൽ ഇന്നലെ പറഞ്ഞ വാചകങ്ങൾ മതി, പക്ഷെ അതൊരു ദിവസം കൊണ്ട് മുമ്പേ പറയാമായിരുന്നു എന്നുള്ളത്. പക്ഷെ അതെനിക്ക് ലാലുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിന്റെ പുറത്ത് ഞാൻ പറയണം. കാരണം ലാലുവിനെ എനിക്ക് 6 വയസ്സോട്ട് അറിയാം. അപ്പൊ ലാലു എന്തുകൊണ്ടാണ് അത് പറയാൻ താമസിച്ചു പോയതെന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. പറഞ്ഞത് ഇത്രയൊക്കെ പറഞ്ഞാൽ അത് ഒരുപാടങ്ങ് പറഞ്ഞിരിക്കേണ്ട കാര്യമില്ല. കൂട്ടുത്തരവാദിത്തമാണ്, ഇതൊക്കെ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. എന്തിനാ പറഞ്ഞത്? അതിന് തൊട്ട് മുമ്പ് ഒരു വീഡിയോ ഞാൻ കണ്ടല്ലോ ഫേസ്ബുക്കിൽ. ലാലു എവിടെയോ മദ്രാസിലെ മറ്റേ പ്രസ് പ്രൊമോഷനെ പറയുന്നത് ഞാൻ ആ പടം കണ്ടു. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. ഞങ്ങൾ എങ്ങനെയാണ് ഈ സിനിമ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. അതിൽ 100% അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് ഞാൻ ആ സിനിമ കണ്ടതാണ്, നിങ്ങൾ കാണാൻ പോകുന്നതാണ്. ഇതൊക്കെ ആ മേജർ രവി കണ്ടതല്ലേ? പുള്ളി എന്തെങ്കിലുമൊക്കെ പറയുന്നതിനൊക്കെ. മോഹൻലാലിന് ഈ പടം റിലീസിന്റെ മുന്നേ കാണുന്നൊരു സ്വഭാവം ഇല്ല. ദയവ് ചെയ്തിട്ട് എന്നെ അത് വിശ്വസിക്കും. ഇദ്ദേഹം പടം കണ്ടിട്ടില്ല, സിനിമ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി ഇദ്ദേഹം കണ്ടിട്ട് റിലീസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയല്ല. ബിക്കോസ് ഞാൻ ആ സിനിമ കണ്ടതാണ്, നിങ്ങൾ കാണാൻ പോകുന്നതാണ്. ഇതൊക്കെ ആ മേജർ രവി കണ്ടതല്ലേ? പുള്ളി എന്തെങ്കിലുമൊക്കെ പറയുന്നതിനൊക്കെ. അടുത്ത ചോദ്യം, പൃഥ്വിരാജ് അത് ഷെയർ ചെയ്യുക മാത്രമേ ചെയ്തുള്ളൂ. പൃഥ്വിരാജ് എന്തുകൊണ്ട് നേരിട്ട് ഈ കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയില്ല? ഫേസ്ബുക്കിലൂടെ ആയാലും പൃഥ്വിരാജാണല്ലോ കുറ്റക്കാരൻ. പൃഥ്വിരാജിനെ പൃഥ്വിരാജ് കിടന്നുകൊണ്ട് പറയണോ അയ്യോ നിങ്ങൾ എന്നെ ഇങ്ങനെ അല്ലല്ലോ. അത് പറയേണ്ടത് നിർമ്മാതാക്കൾ തന്നെയാണ്. നമ്മൾ തമ്മിൽ ഇനിയും കാണേണ്ടി വരും. അയ്യോ ഞാൻ പേടിച്ച് ശശി സാറ് പേടിപ്പിക്കുന്നു. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. പിന്നെ മറ്റുള്ള സംഘടനകൾ പറയില്ലെന്ന് വെച്ചാൽ എനിക്ക് സങ്കടമൊന്നുമില്ല. ഞാനുണ്ട് ജീവിച്ചിരിക്കുന്ന പങ്കാലാവിന്റെ കാര്യം ജനങ്ങളെ അറിയിക്കാൻ. പൃഥ്വിരാജ് എന്തുകൊണ്ട് ഇത് ഷെയർ ചെയ്തു? പൃഥ്വിരാജ് എന്തുകൊണ്ട് ഇത് ഷെയർ ചെയ്യുക മാത്രം ചെയ്യണമല്ലോ? ഒരു സീനിയർ നടൻ, അവന്റെ പ്രൊഡ്യൂസർ, അവന് ഇഷ്ടപ്പെടുന്ന ഒരു ഏറ്റവും വലിയ സീനിയർ മോസ്റ്റ് മലയാള സിനിമാ ചരിത്രത്തിന്റെ ഒരു ഭാഗമായ മോഹൻലാല് അവന്റെ അവസാനം കണ്ടിട്ടേ ഞാൻ ഇറങ്ങുന്നത്. ആ പടത്തിനെ കുറിച്ച് ഒരു പോസ്റ്റ് ഇടുമ്പോ അതിൽ അഭിനയിച്ചവരും സഹായികളായിരുന്നവരും എല്ലാരും ഷെയർ ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം. മാഡത്തിനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. പൃഥ്വിരാജ് വളരെ പ്രധാനപ്പെട്ട സിനിമയുമായി ബന്ധപ്പെട്ടും മറ്റ് സാമൂഹിക വിഷയങ്ങളിലും കൃത്യമായ നിലപാടുകൾ എടുത്തിട്ടുള്ള ഒരാളാണ്. മറ്റു പലരും എടുക്കാതിരുന്ന നിലപാട് ആർജവത്തോടെ എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇതിലെന്തോ ദുരൂഹതയുണ്ട് ഭൈരവ. ഈ വിഷയത്തിൽ മോഹൻലാൽ പറയുന്നു തെറ്റുപറ്റിയിരിക്കുന്നുവെന്ന്. ഖേദപ്രകടനം നടത്തുന്നു, നിർബന്ധമായും തിരുത്തലുകൾ വരുത്തുമെന്ന്. അത് പൃഥ്വിരാജും ഏറ്റെടുക്കുന്നുണ്ടോ? പൃഥ്വിരാജിനും പിഴവ് പറ്റിയെന്നാണോ? അല്ലല്ലല്ല, പൃഥ്വിരാജിന് എനിക്ക് തെറ്റ് പറ്റിയെന്ന് പൃഥ്വിരാജ് എവിടെയെങ്കിലും പറഞ്ഞോ? നിനക്കൊക്കെ ശരിക്കും അറിയാൻ പാടില്ല. അപ്പൊ തെറ്റ് പറ്റാനായിട്ട് തെറ്റ് ചെയ്തിട്ടില്ല. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കൂ. പിന്നെ എന്തിനു ഷെയർ ചെയ്തു? അങ്ങനൊന്നും ചോദിക്കല്ലേ മോനെ. നിങ്ങൾ എങ്ങനെയാ വല്ലവരുടെ രാഷ്ട്രീയക്കാരുടെ പോസ്റ്റൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുന്നില്ല? എന്തിനാ? അത് ആ ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ്. അതൊക്കെ ചോദിക്കുന്നത്. അതൊക്കെ അത് ഒരു വൃത്തികെട്ട ചോദ്യം. ഇനി ഒരു കാര്യം കൂടി ശ്രീമതി മല്ലിക സുകുമാരൻ, നിങ്ങൾ ഷെയർ ചെയ്യാറില്ലേ? എന്താണെന്ന് വെച്ചാ ഇവിടെ ഭയങ്കര പൊന്നിച്ചിര ശല്യം. ഞാൻ പോട്ടെ. കിട്ടി. ഒരു കാര്യം കൂടി ശ്രീമതി മല്ലിക മറുപടി ഉണ്ട്. ആ മറുപടി എനിക്ക് കിട്ടി. അടുത്ത ചോദ്യം How many kilometers from Washington DC to Miami Beach? ഓർഗനൈസർ ഇന്ന് വീണ്ടും ലേഖനം എഴുതിയിരിക്കുകയാണ്. ഇപ്പോ മോഹൻലാലിന്റെ ഈ ഖേദപ്രകടനത്തിന് ശേഷവും ആലോചിച്ചോണം, വിടുന്നില്ല. ആ ലേഖനത്തിന്റെ പ്രത്യേകത മോഹൻലാലിനെ അങ്ങ് മാറ്റി. എല്ലാ ശത്രുതയും
ഈ പറയുന്ന പൃഥ്വിരാജിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. അതിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു? ഞാൻ കണ്ടില്ല. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? ഓർഗനൈസർ എന്ന് പറഞ്ഞ സംഭവത്തിൽ എന്തായിരുന്നു എനിക്കറിയില്ല. കാണണം. ഹലോ, ഒരു മിനിറ്റ്. അടിക്കരുത്. മേജർ രവി ഇവിടെ പറഞ്ഞത്, ഓർഗനൈസർ എന്റെ വീട്ടിലില്ല. ഓർഗനൈസറൊക്കെ നമുക്കിപ്പം അങ്ങിപ്പോ സോഷ്യൽ മീഡിയയിലാണല്ലോ ഈ കാര്യങ്ങൾ വിശദീകരിച്ചത്. ഗൂഗിളിൽ നോക്കിയാൽ അപ്പൊ കിട്ടും. ഓർഗനൈസറിൽ നിങ്ങൾ ഓർഗനൈസർ പറഞ്ഞ ആ ഷീറ്റ് ഒന്ന് നിങ്ങൾ ഒരു സ്ക്രീൻഷോട്ട് ഇട്ട് ഫേസ്ബുക്കിൽ. ശരി. ഒരു കാര്യം കൂടി ഇപ്പോ കേൾക്കുന്ന ഒരു കഥ എന്ന് പറയുന്നത് രാജമൗലിയുടെ സിനിമയിൽ ഉണ്ട് പൃഥ്വിരാജ്, അതുപോലെ തന്നെ പ്രശാന്ത് നീലിന്റെ സിനിമയിലുണ്ട് പൃഥ്വിരാജ്. RSSന് ദേഷ്യം വന്നതോടുകൂടി ഈ പ്രോജക്റ്റ് ഒക്കെ പാളാനിടയുണ്ട് എന്നാണ്. അത്തരം ആശങ്കകളുണ്ടോ? ഇതിലെന്തോ ചതിയുണ്ട് മുതലാളി. അതെന്താണെന്ന് നമുക്ക് ചോർത്തിയേ പറ്റൂ. അയ്യോ ഇല്ല, അങ്ങനെ പേഴ്സണൽ മാറ്റേഴ്സ് തുറന്ന് സംസാരിക്കാനുള്ള ബന്ധമൊന്നും നമ്മൾ തമ്മിലില്ലല്ലോ. ഇല്ലേ ഇല്ല. ഈ മോഹൻലാലിനെ പോലെയൊക്കെ ഭയചകിതനായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആളാണ് ഈ രാജമൗലിയും ഒക്കെ. ഈ മോഹൻലാലിനെ പോലെയൊക്കെ ഭയചകിതനായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആളാണ് ഈ രാജമൗലിയും ഒക്കെ. ശക്തമായി നിൽക്കുന്ന ഒരാളൊന്നുമല്ല. അത് നിങ്ങളുടെ അഭിപ്രായം, എന്റെ അഭിപ്രായം അതല്ല. കിട്ടാത്ത മുന്തിരിങ്ങ പുള്ളിക്കും. ഇന്നിനി വയ്യ, നാളെ വന്നും ബാക്കി വാങ്ങിച്ചോളാം.